പുറത്ത് നല്ല മഴ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ നല്ലൊരു ആഗ്രഹം. അപ്പോൾ നമുക്ക് 4 മണി ചായക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ സ്നാക്സ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആട്ടപ്പൊടി ഉണ്ട് കയ്യിൽ, അതുപോലെ തന്നെ അല്പം റവ ഉണ്ടായിരുന്നു, പിന്നെ പൗത്ത ചക്ക കേട്ടോ, നല്ല പൗത്ത വരിക്കച്ചക്ക ഉണ്ടായിരുന്നു അല്പം. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതൊരു ജാറിലേക്ക് ഇട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചക്ക നമുക്ക് അരയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ജീരകവും ഏലക്കായും അതുപോലെ തന്നെ ഇത് പൊടിയാൻ വേണ്ടിയിട്ട് 2 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഞാനിത് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിയണമെന്നില്ല കേട്ടോ, ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതേപോലെ ഞാനിത് പൊടിച്ചെടുത്തു. ഇനി നമ്മൾ ഈ ചക്ക അരച്ച ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ 100 ഗ്രാമോളം റവ ഉണ്ടായിരുന്നു. അപ്പോൾ ആ റവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്തെടുക്കുക. നമ്മൾ ജീരകവും ഏലക്കായും കൂടി പൊടിച്ചെടുത്തല്ലോ, അതും ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അല്പമായിട്ട് ഇങ്ങനെ ആട്ടപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചെടുക്കാം. അപ്പോൾ ശർക്കരയും കൂടി വേണം. അല്പം ഇങ്ങനെ ശർക്കരപ്പാനി ഒഴിച്ചെടുത്തിട്ട് ഇത് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കുക കേട്ടോ. ഇനി നമുക്ക് അല്പം കൂടി ആട്ടപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതേപോലെ അങ്ങനെ ആട്ടപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉണ്ണിയപ്പത്തിനും നെയ്യപ്പത്തിനൊക്കെ ബാറ്റർ തയ്യാറാക്കുമല്ലോ, അതേപോലെ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. ഇതേപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഞാൻ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. അല്പം ഉപ്പും കൂടി നമുക്കിതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അല്പം ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. നെയ്യപ്പത്തിനും ഉണ്ണിയപ്പത്തിനൊക്കെ ബാറ്റർ തയ്യാറാക്കുന്നത് പോലെ തന്നെ തയ്യാറാക്കി റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് അപ്പസോഡ, ഈസ്റ്റ് ഒന്നും ചേർക്കേണ്ടതില്ല. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് 6 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നെയ്യപ്പത്തിന് ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ഞാൻ ഇത് ചുട്ടെടുക്കുകയാണ്. ഈ ഒരു മാവ് കൊണ്ട് നമുക്ക് ഉണ്ണിയപ്പം വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല കേട്ടോ. കയ്യിലുള്ളത് സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ഇത് തയ്യാറാക്കി നോക്കിയതായിരുന്നു. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധാ ഒരു നെയ്യപ്പം കഴിക്കുന്നത് പോലുള്ള ടേസ്റ്റ് അല്ലായിരുന്നു, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.